Hey guys, good evening. Welcome to another episode of Yellow Makeover. നമ്മുടെ ഫേസിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഐബ്രോസിനുള്ള പ്രാധാന്യം വളരെ അധികമാണ്. നമുക്ക് ഐബ്രോസ് ശരിക്കും ഇല്ലാത്തവർ, ഐബ്രോസിന്റെ തിക്നെസ് കുറഞ്ഞവർ, ഹെയറിന്റെ കളർ കുറഞ്ഞവർ, അതല്ല ഐബ്രോസിന്റെ ഹെയർ തന്നെ കുറവായിട്ടുള്ളവർ, മൊത്തത്തിൽ ഐബ്രോസ് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യാത്തവർക്കൊക്കെ നല്ല രീതിയിൽ ഐബ്രോസ് ഡിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് ടെക്നിക്സ് ഇന്ന് അവൈലബിൾ ആണ്. മൈക്രോ ബ്ലേഡിങ്, ഐബ്രോ ടാറ്റോയിങ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഐബ്രോസ് വളർത്താനും ഒരുപാട് വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന് ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അതാണ് വാൽനട്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഐബ്രോ ഗ്രോത്തിനുള്ള ജെൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ തുടങ്ങാം. നമ്മളൊരു വാൽനട്ട് എടുത്ത് ഇതുപോലെ കത്തിയിലോ എന്തെങ്കിലും ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇതുപോലെ ഡയറക്റ്റ് തീയിലോട്ടിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. ഇത് നന്നായിട്ട് കരിയണം കേട്ടോ. കംപ്ലീറ്റ് കരിഞ്ഞ് ഒരു ബ്ലാക്ക് കളറിൽ കിട്ടണം നമുക്ക് ഈ വാൽനട്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഈ വാൽനട്ട് പിടിച്ച തീ നന്നായിട്ട് കത്തി കരിഞ്ഞ് വാൽനട്ട് നല്ല കരിയാവട്ടെ. കംപ്ലീറ്റ് ആയിട്ട് കത്തി കരിഞ്ഞ് ഇതുപോലെയാണ് നമുക്ക് സാധനം കിട്ടേണ്ടത്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്കിത് ചതച്ചെടുക്കലാണ്. ഈ വാൽനട്ട് നമുക്ക് വാൽനട്ട് പെട്ടെന്ന് ചതയും കേട്ടോ. ഈ കരിച്ചതായതുകൊണ്ട് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. നമുക്കിത് നല്ല ഫൈൻ പൗഡറായിട്ട് ചതച്ച് കിട്ടണം. നന്നായിട്ട് കേട്ടോ, ഫൈനാണ്, ഒട്ടും തരിയില്ലാതെ വളരെ ഫൈൻ പൗഡറായിട്ട് നമുക്കിത് ചതച്ചെടുക്കാം. നമ്മളിത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ ഇങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ പറ്റുമ്പോഴത്തേക്ക് നല്ല കരിയാണ്. ഇതവിടെ മാറ്റി വെക്കുക. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റാണ് ആൽമണ്ട് ഓയിൽ. ഞാനിവിടെ ബജാജിൻ്റെ ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ആൽമണ്ട് ഓയിലിന് ഒരു 3-5 ഡ്രോപ്സ്. അതിന് കൃത്യമായ കണക്കൊന്നുമില്ല, നമുക്കൊരു കൺസിസ്റ്റൻസി നോക്കി യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അതാണ് ഈ കാണുന്നത്, ഈ പച്ചക്കളറുള്ള ക്യാപ്സ്യൂളാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. ഇത് നമ്മൾ ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഓയിലായിരിക്കും. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ പിന്നുകൊണ്ട് ഒന്ന് അതിൻ്റെ ഒരു അറ്റത്തൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് ഓയിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് കിട്ടുന്ന ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടില്ല, ഇതിങ്ങനെ ഒന്നിങ്ങനെ ഞെക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഓയിൽ കിട്ടും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്യാപ്സ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ആ ജെല്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യാം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് കാസ്റ്റർ ഓയിൽ, അത് ആവണക്കെണ്ണ. ഇത് നമ്മളൊരു 4-5 ഡ്രോപ്പ് ആവണക്കെണ്ണ നമ്മൾ ഈ ജെല്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ കൈവിരലിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. ഇത് നമ്മൾ ചെറിയൊരു ഡബ്ബയിൽ സ്റ്റോർ ചെയ്തു. നമ്മൾ ഈ ജെല്ല് ഒരു ഡബ്ബയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, നമുക്ക് റൂം ടെമ്പറേച്ചർ തന്നെ ഇത് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ഇയർ ബഡ്സ് എടുത്തിട്ട് ഇതിനകത്തേക്ക് മുക്കിയിട്ട് നമ്മുടെ ഐബ്രോസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ചെയ്ത് കാണിക്കാം. ഒരുപാട് തിക്നെസ്സിലൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ബെഡ്ഷീറ്റിലും പില്ലോ കവറിലും ഒക്കെ ആവാതെ നോക്കണം. ഒരുപാട് തിക്നെസ്സിൽ വേണ്ട. നമ്മൾ ഐബ്രോസിൻ്റെ ഷേപ്പിൽ നമ്മൾ പുരികൊക്കെ വരയില്ലേ, അതുപോലെ അങ്ങ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു ദിഗംബരൻ ലുക്കൊക്കെ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐബ്രോസിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഐലാഷ് ഗ്രോത്തിനുള്ള ജെല്ലല്ല. ഐലാഷിന് ഇത് അപ്ലൈ ചെയ്യരുത്. ഐലാഷിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബിയേർഡ് ഗ്രോത്തിനും മീശയ്ക്കും എല്ലാത്തിനും വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ണിലോട്ട് ഇത് യൂസ് ചെയ്യരുത്.
അത്രേ ഉള്ളൂ. അപ്പോൾ ഐബ്രോസ് കുറവായിട്ടുള്ളവരൊക്കെ ഡെയിലി ഈ പരിപാടി ചെയ്തോ, വെള്ളേച്ചനെ പോലെ ഐബ്രോസ് വരും. ഓക്കെ, ഐബ്രോസ് കുറഞ്ഞിട്ട് വിഷമിക്കുന്നവർ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐബ്രോ ടാറ്റൂവിനും മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റാത്തവർ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഹോം റെമഡീസിലൂടെ നമുക്ക് നാച്ചുറലായിട്ട് ഐബ്രോസ് വളർത്തിയെടുക്കാനും സാധിക്കും. പക്ഷെ അത് കണ്ടിന്യൂസ് എഫേർട്ട് വേണം. ഞാൻ പറഞ്ഞിരിക്കുന്ന ടിപ്പ് നമ്മൾ ഡെയിലി ചെയ്യേണ്ടതാണ് കേട്ടോ. ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒരു 3 month എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കണ്ടുതുടങ്ങുള്ളൂ. ഹെയർ ഗ്രോത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹെയർ ഗ്രോത്ത് നമുക്ക് വിസിബിൾ ആവണമെങ്കിൽ മിനിമം നമ്മൾ 3 month എങ്കിലും വെയിറ്റ് ചെയ്യണം. 100% റിസൾട്ട് ഉറപ്പുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഐബ്രോസ് തിക്നെസ് കുറഞ്ഞവരും ഈ കൊഴിഞ്ഞു പോയവരൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമന്റിൽ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.